ആഘോഷങ്ങൾ അവസാനിച്ചാലും VM സൂപ്പർ വാല്യുവിൽ ഓഫറുകൾ അവസാനിക്കുന്നില്ല. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ ആൻഡ് ഡിജി വേൾഡ്, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് UDF ഭരണസമിതിക്കെതിരെ CPIM ജനപ്രതിനിധികൾ രംഗത്ത്. പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നും വിവിധ കാരണങ്ങൾ ഉന്നയിച്ച CPIM അംഗങ്ങൾ ഇറങ്ങിപ്പോയി. വിശദീകരണവുമായി CPIM അംഗങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. ഇന്ന് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഒരു അടിയന്തര യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ നിന്ന് ഞങ്ങൾ 11 പേര് ഇറങ്ങിപ്പോരുന്നൊരു ശരിയാണുണ്ടായി. ഇതിനാസ്പദമായ കാര്യം, ഒന്നാമത്തെ ചേലക്കര പഞ്ചായത്തിനകത്ത് ആകെ ഒരു പട്ടികജാതി ഉന്നതി മാത്രമാണ്. ഇപ്പൊ ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഉന്നതിയിലേക്ക് വേണ്ടി ഒറ്റ പൈസ പോലും പഞ്ചായത്ത് വകവെച്ചിട്ടില്ല. അതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം ഞങ്ങളവിടെ രേഖപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ ലൈറ്റുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയങ്ങൾ നിലനിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും ലൈറ്റ് ഇടാമെന്ന് പറയലല്ലാണ്ട് ലൈറ്റ് ഇടലുണ്ടായിട്ടില്ല. കാളിയാർ റോഡ് നേർച്ചകളുടെ സമയത്ത് വരെ കാളിയാർ റോഡ് പ്രദേശത്തുള്ള മെമ്പർ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒറ്റ ലൈറ്റ് പോലും അവിടെ ഇടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഇത് നിരവധി പഞ്ചായത്ത് കമ്മിറ്റികളിൽ ഞങ്ങൾ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളാണ്. എന്നാലും ലൈറ്റ് ഇടുന്ന കാര്യത്തിൽ ഒരു വലിയ അനാസ്ഥയാണ് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമാണ്. ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്നലത്തേമാതിരി വാർത്താ സമ്മേളനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഇതിൻ്റെ മറ്റ് ഇതര കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് ഞങ്ങൾ മെമ്പർമാരെല്ലാവരും സംസാരിക്കുന്നില്ല. ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ബൾക്കീസ, അവരുടെ അവിടെയാണ് ഈ പട്ടികജാതി ഉന്നതി നടത്തുന്നത്. അപ്പോൾ അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ ഉന്നതിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ, ഒരു ഫണ്ട് പോലും വെക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നപ്പോൾ അതിലവർ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഞങ്ങൾ ഉന്നയിച്ചത്. അതുകൊണ്ടാണ് അതിൽ ശക്തമായ ഒരു മറുപടി കാര്യങ്ങളും നടത്തുകൊണ്ട് എല്ലാം ശരിയാക്കാമെന്ന് പറയുന്നതാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത്. പക്ഷേ ശരിയാക്കില്ലെന്ന് പറയുന്നത് എപ്പോഴാണ് നടക്കുക എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഇത് ചെയ്യാൻ പറ്റാവുന്ന കാര്യമായിരുന്നു. അത് ചെയ്യാതിരുന്നത് തികച്ചും ഭരണസമിതിയുടെ ഒരു അനാസ്ഥ മൂലമാണ് അത് ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ശക്തമായി നിങ്ങൾ നടത്തിയത്. അതിൽ കൂടുതൽ വിവരങ്ങൾ അവിടുത്തെ വാർഡ് മെമ്പർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ബൾക്കീസ പറയും. രണ്ടാമത്തെ ഒരു വിഷയമുള്ളത് പഞ്ചായത്തിൻ്റെ നിലവിലുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വിഷയം സൂചിപ്പിക്കും. പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിലവിൽ ഇപ്പോൾ സർക്കാരിൽ നിന്ന് അനുവദിക്കപ്പെട്ട പൈസ എന്ന് പറയുന്നതിൽ വലിയ തോതിലാണ് വെട്ടിക്കുറവ് നടത്തിയത്. ചേലക്കര പഞ്ചായത്ത് മാത്രമല്ല, കേരള സംസ്ഥാനത്ത് മൊത്തം ആ ഫണ്ട് വെട്ടിക്കുറവ് നടത്തിയിട്ടുണ്ട്. അതിൽ ചേലക്കര പഞ്ചായത്തും പെട്ടു. അതിനെതിരായിക്കൊണ്ടാണ് ഞങ്ങൾ LDFൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിലേക്ക് മാർച്ച് ധർണയും സംഘടിപ്പിച്ചത്. അത് സംസ്ഥാന വ്യാപകമായി നടന്ന ഒരു സമരമാണ്. ചേലക്കര പഞ്ചായത്തിനോടുള്ള സമരമല്ല, സംസ്ഥാന വ്യാപകമായിട്ട് LDF തീരുമാനിക്കപ്പെട്ട ഒരു സമരമാണെന്ന് ഞങ്ങൾ നടത്തിയത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ചില പല കക്ഷികൾ ശ്രമിച്ചതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടി ഇത് കാര്യത്തിൽ ഞങ്ങൾ സൂചിപ്പിച്ചു. മറ്റ് ഉന്നതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വാർഡ് മെമ്പർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ബൾക്കീസ സൂചിപ്പിച്ചു. എൻ്റെ പ്രതിഷേധം എന്ന് പറയുന്നത് കാളിയാർ റോഡ് വാർഡ് 11, അതായത് അവിടുത്തെ വാർഡ് മെമ്പറും കൂടിയാണ് ഞാൻ. എൻ്റെ വാർഡിൽ പട്ടിക വർഗ ഉന്നതിക്ക് വേണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതിയും വെച്ചിട്ടില്ല. അവർക്ക് കിട്ടുന്ന വിഹിതം എന്ന് പറയുന്നത് ലൈഫ് പദ്ധതിയിൽ മാത്രം മാറ്റിവെച്ച് അവരുടെ ക്ഷേമ പ്രവർത്തനത്തിനുള്ള ഒരു പദ്ധതിയും വെച്ചിട്ടില്ല.
ഇതുമായിട്ട് ഗ്രാമസഭയ്ക്ക് പോകണമെങ്കിൽ, ഗ്രാമസഭയിൽ ഫോറം പൂരിപ്പിച്ച് കൊടുക്കണമെങ്കിൽ ഒരു പദ്ധതിയും അവിടെ വെച്ചിട്ടില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നടന്ന അടിയന്തര കമ്മിറ്റിയിൽ നിന്നും ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങി വരികയുണ്ടായത്. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം കൊടുത്തിരുന്നു. പലതവണ ഞാൻ ആവശ്യപ്പെട്ടെങ്കിലും ലെറ്റർ പാഡിൽ കത്ത് വരെ എഴുതി കൊടുത്തെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഓരോ സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് 16 കുട്ടികളാണ് അവിടെ ആകുള്ളൂ. ഇത്ര കുട്ടികൾക്ക് ബാഗും കൊടയും മറ്റ് പഠന സഹായവും വിതരണം ചെയ്യാറുണ്ട്. അത് നമ്മുടെ കളപ്പാറയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതിനൊന്നും ഫണ്ട് വെക്കാത്തതുകൊണ്ടാണ് ഇത് നടത്താൻ കഴിയാതിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഫോറം എടുത്തു നോക്കിയാൽ കാണും, ജനറൽ വിഭാഗത്തിനും SC വിഭാഗത്തിനും ഫണ്ട് വെച്ചതായിട്ട് കാണുന്നുണ്ട്. പട്ടികവർഗ വിഭാഗത്തിന്, പട്ടികവർഗ ഉന്നതിയിലേക്ക് ഒരു ഫണ്ടും വെച്ചിട്ടില്ല. അപ്പം അതിൻ്റെ പ്രതിഷേധം ശക്തമായി ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉയർത്തിക്കൊണ്ടാണ് ഇറങ്ങി വന്നത്. മാത്രമല്ല, വഴിവിളക്ക് നമുക്കറിയാം, കാളിയാർ റോഡ് നേർച്ചയുടെ പ്രശസ്തി എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാളിയാർ റോഡ് നേർച്ചയ്ക്ക് ലൈറ്റ് നമ്മുടെ വാർഡിലൊന്നും ഇട്ടില്ല. ഇപ്പം ജയിച്ച് 7-8 മാസമായിട്ടും ഒരു ലൈറ്റ് പോലും, ഒരു തവണ പോലും വാർഡിൻ്റെ മുഴുവൻ പ്രദേശത്തും എത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ വഴിവിളക്കിൻ്റെ ഒരു വിഷയം കൂടി അവിടെ ഉണ്ട്. അതും പരിഹരിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത്രയും കാര്യങ്ങളാണ് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്. ആഘോഷങ്ങൾ VM സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും 250 രൂപ വെച്ച് 48 ആഴ്ച അടയ്ക്കൂ. ആനുകൂല്യ ബോണസ് 1000 രൂപ ചേർത്ത 13000 രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ. കൂടാതെ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ, മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റായി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും. ഒപ്പം 10000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും 5000 രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ VM സൂപ്പർ വാല്യൂ സന്ദർശിക്കൂ. ഫോൺ 9447670162.